നമസ്കാരം. സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരള PSCയെ കുറിച്ചുള്ള ചില വിചാരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു. കേരള PSCയുമായി എൻ്റെ ബന്ധം തുടങ്ങുന്നത് ഏകദേശം 80കളുടെ പകുതിക്ക് വെച്ചാണ്. അപ്പോഴാണ് PSC മുഖാന്തരമുള്ള വിവിധ ടെസ്റ്റുകൾക്ക് ഞാൻ അപേക്ഷകൾ അയക്കാൻ തുടങ്ങിയത്. ആദ്യമായി ഒരു ടെസ്റ്റ് എഴുതിയത് 86-ലാണ്. പിന്നീടുള്ള കാലഘട്ടത്തിൽ ഞാൻ നിരവധി അപേക്ഷകൾ അയച്ചു. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിൻ്റെ ജൂനിയർ അസിസ്റ്റൻ്റ് റാങ്ക് ലിസ്റ്റിലാണ് ആദ്യം ഞാൻ ഇടം പിടിച്ചത്. പക്ഷേ ആദ്യത്തെ അഡ്വൈസ് മെമ്മോ വന്നതും അപ്പോയിൻമെൻറ്റ് ലഭിച്ചതും ക്ഷീരവികസന വകുപ്പിലായിരുന്നു. അവിടെ ഒരു ഇൻ സർവീസ് ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന സമയത്താണ് ഫിനാൻഷ്യലിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നത്. കണക്ക് ജോലിയോട് വലിയ താല്പര്യമില്ലാതെ ഇരുന്നതുകൊണ്ട് ഫിനാൻഷ്യലിലെ ജോലിക്ക് പോയില്ല. ക്ഷീരവികസന വകുപ്പിലെ ജോലിയിൽ തുടരുകയും ചെയ്തു. പിന്നീട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ, അങ്ങനെ ഏതാനും ചില അപ്പോയിൻമെൻറ്റ് ഓർഡറുകൾ കൂടി ലഭിക്കുകയുണ്ടായി. 98-ലാണ് കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ റീജിയണൽ മാനേജർ ആയി നിയമനം ലഭിക്കുന്നത്. മലപ്പുറം ജില്ലയിലായിരുന്നു. 2005-ൽ കോർപ്പറേഷനിലെ മൊത്തം എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെയും റിക്കവറിയുടെയും ചാർജുള്ള മാനേജർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് റിക്കവറി എന്ന സംസ്ഥാന തല തസ്തികയിലേക്ക് പ്രൊമോഷൻ ലഭിച്ചു. അന്ന് മുതലാണ് PSCയുമായിട്ടുള്ള എൻ്റെ രണ്ടാം ഘട്ട ബന്ധം തുടങ്ങുന്നത്. വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ ആൻറ്റിസിപ്പേറ്ററി വേക്കൻസിയിൽ സ്ഥാപനത്തിൻ്റെ വിവിധ തസ്തികകളിൽ ഉണ്ടാകുന്ന ഒഴിവുകൾ, അതിൻ്റെ സ്കെയിൽ ഓഫ് പേ, ക്വാളിഫിക്കേഷൻസ്, അതിൻ്റെ എണ്ണം, അങ്ങനെയുള്ള വിശദാംശങ്ങൾ സഹിതം മാനേജിംഗ് ഡയറക്ടർ ഒപ്പുവെച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ്, റിക്വിസിഷൻ എന്നാണ് പറയുക, അത് PSCയിലേക്ക് അയക്കണം. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചു കഴിഞ്ഞാൽ PSC അതിനുള്ള ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്നു. അത് തുടർന്നുള്ള പരീക്ഷകൾ നടത്തുന്നു. ഫൈനൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നു. റാങ്ക് ലിസ്റ്റുകൾ അതാത് സ്ഥാപനങ്ങളിലേക്ക് PSC അയച്ചു കൊടുക്കുന്നു. ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് 3 മാസം മുമ്പ് അഡ്വൈസ് ലിസ്റ്റ് അയക്കണം. ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ ജോലിയിൽ പ്രവേശിക്കാത്തതുണ്ടെങ്കിൽ ആ വിവരം അവരിൽ നിന്ന് രേഖാമൂലം എഴുതി വാങ്ങിക്കണം. നിശ്ചിത തീയതിക്ക് ശേഷം NJD വേക്കൻസികൾ, അതായത് നോൺ ജോയിനിങ് ഡ്യൂട്ടി, അത് PSCയെ അറിയിക്കണം. തുടർന്ന് PSC അടുത്ത ലിസ്റ്റ് അയച്ചു തരുന്നു. അങ്ങനെ ആ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. 3 കൊല്ലമാണ് ഓരോ റാങ്ക് ലിസ്റ്റിൻ്റെയും കാലാവധി. അതിനുള്ളിൽ മിക്കവാറും ഒരു 50-60% പേർക്കൊക്കെ അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരും. ആവശ്യമുള്ള എണ്ണത്തിനേക്കാളും ഒരു 2-3 ഇരട്ടി പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അതുകൊണ്ട് തന്നെ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും പൂർണ്ണമായും നിയമനം കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാറില്ല. ഇതൊക്കെ ഞാൻ ഇത്ര വിശദമായിട്ട് പറയാനുണ്ടായ കാരണം, കാലഹരണപ്പെടാൻ പോകുന്ന വിവിധ റാങ്ക് ലിസ്റ്റുകളിലെ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരു വലിയൊരു സമരം നടത്തി. അതിനെ അന്നത്തെ സർക്കാർ എങ്ങനെയാണ് നേരിട്ടത് എന്നൊക്കെ നമ്മൾ കണ്ടു. പുതിയ സർക്കാർ വന്നപ്പോൾ ഈ റാങ്ക് ലിസ്റ്റുകളുടെയൊക്കെ കാലാവധി നീട്ടിയിട്ടുണ്ട്. ഇനി മറ്റ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. കേരളപ്പിറവിയോടനുബന്ധിച്ച് 1956 നവംബർ 1-ന് തന്നെയാണ് PSC നിലവിൽ വന്നത്. അന്ന് ചെയർമാനും അംഗങ്ങൾക്കും വളരെ തുച്ഛമായിട്ടുള്ള സിറ്റിംഗ് ഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ആനുകൂല്യങ്ങൾ 95-ൽ പുതുക്കുകയുണ്ടായി. അതനുസരിച്ച് ചെയർമാന് 6700-ഉം അംഗങ്ങൾക്ക് 6250-ഉമായിരുന്നു ബേസിക് പേ, അടിസ്ഥാന ശമ്പളം.
2025 മുമ്പ് അവരുടെ ശമ്പള സ്കെയിൽ ഏകദേശം 50,000 49,000 റേഞ്ചിലായിരുന്നു. കഴിഞ്ഞ വർഷത്തിൽ ഭീമമായ ഒരു വർധനവാണ് ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ശമ്പള നിലവാരത്തിൽ വന്നത്. ഈ കാലഘട്ടത്തിനിടയിൽ അവർക്ക് പെൻഷനൊക്കെ നടപ്പിൽ വന്നു. നിലവിൽ PSC ചെയർമാന് ആനുകൂല്യങ്ങൾ DA CCA ഒക്കെ ഉൾപ്പെടെ 4.5 ലക്ഷം രൂപയും അംഗങ്ങൾക്ക് 4.25 ലക്ഷം രൂപയുമാണ് കിട്ടുന്നത് പ്രതിമാസം. അവരുടെ സേവനകാലം 6 കൊല്ലമോ 62 വയസ്സോ ഏതാണ് ആദ്യം വരുന്നത് എങ്കിൽ അത്. പെൻഷന് അർഹമായിട്ടുള്ള അല്ലെങ്കിൽ യോഗ്യമായിട്ടുള്ള മിനിമം കാലാവധി 3 വർഷമാണ്. ചെയർമാൻ്റെ പെൻഷൻ മന്ത്ലി പെൻഷൻ 2.5 ലക്ഷം രൂപയും അംഗങ്ങളുടേത് 2.25 ലക്ഷം രൂപയുമാണ്. സർക്കാർ സർവീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനായി PSC മെമ്പറൊക്കെ ആയിട്ട് പലരും വരാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം PSCയിലെ സേവനകാലം അവരുടെ സർക്കാർ സർവീസ് കാലത്തിനോട് ചേർത്ത് അതിനുള്ള ആനുകൂല്യങ്ങൾ കൂടി പെൻഷനിൽ ലഭ്യമാക്കും. സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിക്കോ ഒരു MLAക്കോ ഹൈക്കോടതി ജഡ്ജിമാർക്ക് ലഭിക്കുന്നതിലും കൂടുതലാണ് നിലവിൽ PSC ചെയർമാനും അംഗങ്ങൾക്കും ലഭിക്കുന്ന പ്രതിമാസ ശമ്പളവും അവരുടെ പെൻഷനും. അവരുടെ യോഗ്യത വെച്ച് താരതമ്യം ചെയ്യണം നമ്മൾ. അപ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാകുക. പറയത്തക്ക ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത വ്യക്തികളും PSC അംഗങ്ങളായി വരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഞാനൊക്കെ ടെസ്റ്റ് എഴുതിയിരുന്ന ആ കാലം എന്ന് പറയുന്നത് PSCയുടെ സുവർണ കാലമായിരുന്നു. അന്ന് ടെസ്റ്റ് എഴുതിയിരുന്നതിൽ ഒട്ടുമിക്ക പേരും ജോലിയിൽ കയറിയിരുന്നു. വേക്കൻസികൾ മനഃപൂർവ്വം റിപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒഴിവുകൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ ദിവസവേതനത്തിലും കരാർ അടിസ്ഥാനത്തിലും ഫില്ല് ചെയ്യാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി. മിക്കവാറും എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും എടുത്താലും ഒരു 30, 35, 40% പേരിപ്പോൾ താൽക്കാലിക അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നത്. 10-12 കൊല്ലം സേവനമനുഷ്ഠിച്ച താൽക്കാലികക്കാരെ പിരിച്ചുവിടും. അതിനെതിരെ ഭയങ്കര പ്രൊട്ടസ്റ്റായി. ഇതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. തങ്ങളുടെ ജോലി കൃത്യമായിട്ട് നിർവഹിക്കാത്തതിനുള്ള ഒരു പാരിതോഷികമായിട്ടാണോ ഇത്രയും ഭീമമായ രീതിയിൽ അവരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിച്ചത് എന്ന് പോലും സംശയം തോന്നുന്നുണ്ട്. ഇത്ര കാലമായിട്ടും നിയമനങ്ങൾ PSCക്ക് വിടാത്ത നിരവധി സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു കൃത്യമായിട്ടുള്ള കണക്ക് തയ്യാറാക്കിയിട്ട് നിയമനങ്ങൾ PSCക്ക് വിടാനുള്ള സത്വര നടപടികളിലേക്ക് കടക്കണം എന്നാണ് പുതിയ സർക്കാരിനോട് പറയാനുള്ളത്. അഭ്യസ്തവിദ്യരായിട്ടുള്ള നല്ലൊരു ശതമാനം ചെറുപ്പക്കാരും കേരളം വിട്ടു പോകാനുള്ള പ്രധാന കാരണം PSC നോക്കുകുത്തിയായതാണ്. എത്രയോ കാലത്തെ അധ്വാനത്തിന് ശേഷമാണ് ഒരു റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ കഴിയുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നിയമനങ്ങൾ നടക്കാത്തത് കൊണ്ട് റാങ്ക് ലിസ്റ്റുകൾ കാലഹരണപ്പെട്ടു പോവുകയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ പാസ്സായി റാങ്ക് ലിസ്റ്റിൽ ഇടം കിട്ടുന്ന ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയാണ് പിൻവാതിലിൽ കൂടിയുള്ള നിയമനങ്ങൾ. ഈ കഴിഞ്ഞൊരു 5 കൊല്ലം സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള റിട്ടയർമെൻറ്റുകളുടെ കണക്കുകൾ ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുക. അതിന് ആനുപാതികമായി അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എത്ര പുതിയ നിയമനങ്ങൾ PSC മുഖാന്തിരം നടന്നു എന്നുള്ള ഒരു കണക്ക് ശേഖരിക്കുക. 2ാമത്തെ കണക്ക്. ഇനി 3ാമത്തെ കണക്ക്, ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ എത്ര പേര് താൽക്കാലിക അടിസ്ഥാനത്തിൽ 2020 മുതൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കണക്ക് കൂടി എടുക്കുക. അത് താരതമ്യം ചെയ്താൽ അറിയാം PSC എന്താണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്ന്. എന്ത് ജോലി ചെയ്തിട്ടാണ് കഴിഞ്ഞ വർഷത്തിൽ ഇത്രയും ഭീമമായിട്ടുള്ളൊരു വർധനവ് അവരുടെ സേവന വേതന വ്യവസ്ഥകളിൽ വരുത്തിയത് എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ജനത്തിൻ്റെ നികുതിപ്പണമാണ് വെറും 6 വർഷത്തെ സർവീസ് ഉള്ള
കുറച്ച് പേർക്ക് കൊടുക്കുന്ന അവസ്ഥ വന്നിട്ടുള്ളത്. ഈ നാട്ടിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിൽ രഹിതരുടെ എക്കാലത്തെയും ആശ്രയമായിരുന്നു, അത്താണിയായിരുന്നു PSC. PSCയുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ കഴിയട്ടെ, അതാണ് എനിക്ക് പറയാനുള്ളത്. തങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള കടമകൾ സമയാസമയങ്ങളിൽ നടത്താൻ കേരള PSC തയ്യാറായി വരികയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ചെറുപ്പക്കാരുടെ കൊഴിഞ്ഞുപോക്കിന് വലിയൊരളവിൽ ശമനം വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്താൽ വളരെ സന്തോഷം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. ശ്രീലത.